അസ്സാം വലൈക്കും. റമദാൻ മുബാറക് മുബാറക് റമദാൻ കരീം. അപ്പം ഇന്ന് നോമ്പ് ഫസ്റ്റാണ്. ഇപ്പം സമയം 4 മണി ആയിട്ടുണ്ട്. ഞാൻ എഴുന്നേക്കാൻ 4 മണിക്ക് തന്നെ എഴുന്നേക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഇനി ഞാൻ ജോലി ചെയ്തുകൊണ്ട് സംസാരിക്കാം. അപ്പം ഇന്ന് പുട്ടാണ്. ഇന്നെന്നല്ല, ഞാൻ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ട് പറയാൻ. സമയം ഇപ്പം തന്നെ 4 മണിയായി. അപ്പം മുട്ട ഞാൻ ഈ കുക്കറിൽ തന്നെയാണ് പുഴുങ്ങാൻ ഇടുന്നത്. ഞാൻ എപ്പോഴും മുമ്പൊക്കെ പുട്ടിന് ഞാൻ സ്ഥിരം നനയ്ക്കുന്നത് കൈ കൊണ്ടായിരുന്നു. അപ്പം ഈ അടുത്താണ് ഉമ്മ എനിക്ക് ഐഡിയ പറഞ്ഞു തന്നത് മിക്സിയിലടിക്കാനായിട്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും പുട്ട്. കാണുന്നുണ്ടോ? നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാനിപ്പം മിക്സിയിലാണ് ആക്കിയത്. തേങ്ങ ഓൾറെഡി ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇവിടുത്തെ പുട്ടുകുറ്റിയില്ലേ, സംഭവം ഇങ്ങനത്തതാണ്. കുക്കറിൽ വെക്കുന്ന ടൈപ്പാണ്. ഇത് ഞാൻ ബാംഗ്ലൂരായിരുന്ന സമയത്ത് മേടിച്ചതാണ്. സംഭവം നൈസാണ്. എന്തായാലും ഞാൻ ഒരു കുറ്റി പുട്ടേ ആക്കുന്നുള്ളൂ. കാരണം ഇക്ക ഒരു കുറ്റി ഫുള്ള് കഴിക്കത്തില്ല. ബിക്കോസ് നാളെ എന്തായാലും ഇനി 30 ദിവസവും പുട്ട് തന്നെ. അതുകൊണ്ടാണ് ഞാൻ മിക്ക സമയത്തും വീഡിയോ എടുക്കാത്ത. കാരണം സെയിം റിപ്പീറ്റ് ആണ്. ഇക്കാക്ക് അത്താഴത്തിന് പുട്ട് കഴിച്ചാലേ സെറ്റ് ആവത്തുള്ളൂ. ഇനി കുറച്ച് വേറൊന്നും കഴിക്കത്തില്ല എന്നല്ല, ബട്ട് പുള്ളി കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പുട്ടായിരിക്കും. അത് 30 ദിവസം അതെ. ഇതെടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം ഞങ്ങളുടെ ഇവിടെ മിക്ക ദിവസങ്ങളിലും നോമ്പിന് പുട്ടായിരിക്കും. ബിക്കോസ് ഇക്ക പുട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. ഇക്കാക്ക് പുട്ടല്ല, പുട്ട് കഴിക്കാതെ വേറൊന്നും കഴിക്കത്തില്ല എന്നല്ല, വേറൊക്കെ കഴിക്കും. ഇപ്പം വയ്യ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ പുട്ടാണെങ്കിൽ ഇക്കാക്ക് ഒത്തിക്കൂടി ഒന്ന് ഓക്കെ ആവും. പിന്നെ ഞാൻ പുട്ടൊന്നും അല്ല, ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് ഞാൻ മിക്കപ്പോഴും തലേ ദിവസം വെക്കുന്ന എന്തെങ്കിലും പലഹാരം എനിക്ക് ഇപ്പം വെളുപ്പാങ്കാലത്തെ സമയത്തേയും കൂടെ ഞാൻ കരുതാറുണ്ട്. ഇന്നിപ്പം പിന്നെ ഇന്നലെ ഷോപ്പിങ്ങും എല്ലാം കൂടിയൊക്കെ കഴിഞ്ഞ് വന്ന സമയമില്ലായിരുന്നു. അതുകൊണ്ട് ഇന്നത്തേക്ക് ഇപ്പം ഞാൻ പുട്ടാണ്. ഇനിയിപ്പം നാളെ തൊട്ട് എന്തെങ്കിലും പലഹാരം ഇപ്പോൾ വൈകിട്ടത്തേക്ക് ആക്കുന്നത് ഞാൻ വെളുപ്പിനും കൂടി എടുക്കാറാണ് പതിവ്. പുട്ട് പിന്നെ വല്ല ജോലിയുള്ള കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പുട്ട് ഓൾറെഡി ആയിട്ടുണ്ട്. പക്ഷേ ചൂടോടെ കഴിക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചത് ഓഫ് ചെയ്യണ്ടെന്ന്. മോള് നല്ല ഉറക്കമാണ്. കഴിഞ്ഞ നോമ്പിനൊക്കെ ഈ ഒരു സമയം ഞങ്ങളുടെ കൂടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അറിയത്തില്ല എഴുന്നേറ്റ് വരുമോ ഇല്ലയോ എന്നൊന്നും. നോക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മൾ പുട്ട് സെറ്റായി. നമ്മൾ പുട്ട് കുത്തുന്ന ആയുധം ഇതാണ്. അപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് സ്ഥലത്തൊന്നും വോയിസ് ഓവർ കൊടുക്കുന്നില്ല. എനിക്കെന്തോ ആ വീഡിയോ അങ്ങനെ തന്നെ കിടക്കട്ടെ എന്നാണ് തോന്നിയത്. അങ്ങനെ രാവിലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പുട്ട് പറ്റത്തേ ഇല്ല. എന്നാൽ ഇക്ക 30 ദിവസവും പുട്ടാണ്. 30 ദിവസമൊക്കെ പുട്ട് തന്നെ കഴിക്കുന്നൊന്നുമല്ല. ഇപ്പം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇക്ക എന്താണോ ഉള്ളത് അതിൽ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ചോറ് മാത്രം പറ്റത്തില്ല പുള്ളിക്കാരന്. നോമ്പ് സമയത്ത് ഇക്ക ചോറേ കഴിക്കത്തില്ല. എനിക്കൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു ഫസ്റ്റ് നോമ്പ്. എനിക്ക് അത്ഭുതമായിരുന്നു. കാരണം ഞങ്ങൾക്കൊന്നും ചോറില്ലാതെ പറ്റത്തില്ല. ആ എനിക്കാണ് ഇക്ക അത്ഭുതം. അതുമാത്രമല്ല പുട്ട് തന്നെ വെളുപ്പാങ്കാലത്ത് അത്താഴത്തിന് 30 ദിവസവും സമ്മതിക്കണം. എനിക്കൊക്കെ ഒരു ദിവസം തന്നെ പുട്ട് പാടാണ്. അങ്ങനെ പിന്നെ പുട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പുട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കിടന്നപ്പം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓതി നമസ്കാരം എല്ലാം കഴിഞ്ഞ് കിടന്ന് കുറച്ച് ലേറ്റ് ആയതാണ്. അതുമാത്രമല്ല തലേ ദിവസം എല്ലാം അടുക്കി പറക്കി ഒതുക്കി കിടന്നപ്പോഴത്തേനും അത്താഴത്തിന് സമയമായിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സമയം എടുത്തിട്ടാണ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. ഇക്ക എഴുന്നേറ്റ ഉടനെ ബീഫ് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം സൺഡേ അല്ലേ. സോ അതുകൊണ്ട് തന്നെ ചിക്കനും കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ അത് കട്ട്ലറ്റിനുള്ള ആവശ്യത്തിനുള്ള ചിക്കൻ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ബീഫ് മേടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെന്നപ്പം ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഇക്ക ബീഫ് മേടിക്കാൻ പോയിട്ട് വന്നതിന് ശേഷം എന്ത് മഴയായിരുന്നെന്നറിയോ. രാവിലെ തുടങ്ങിയ മഴയാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു കുറച്ച് മുന്നേ വരെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിന് കുറച്ച് മുന്നേ വരെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീടൊന്ന് തൂത്ത് തുടച്ചിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ മറ്റോ തൂത്ത് തുടച്ചതാണെങ്കിലും എനിക്ക് തോന്നുന്ന പോലെയാണ്. എനിക്ക് മീൻസ് എനിക്കിപ്പോൾ ഇന്ന് ചെയ്യാൻ തോന്നിയാൽ ഞാൻ ഉടനെ അങ്ങ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്കൊന്ന് വീടൊക്കെ ഒന്ന് തൂത്ത് തുടയ്ക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങ് ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞ് മോൾക്ക് ഫുഡ് കൊടുത്ത് മോളുടെ ഇതിൽ കുറേയൊക്കെ വീഡിയോസൊന്നും എടുക്കാൻ നമുക്ക് കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. മോളുടെ ഒരുപാട് കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. മോൾക്ക് രാവിലെ അവൾക്ക് ദോശയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ ഒന്ന് ഫ്രഷ് ആക്കി എല്ലാം ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ ബാൽക്കണിയിൽ പോയിരുന്ന് മഴ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്ന് ഉള്ളിയൊക്കെ തൊലിച്ച് കട്ട്ലറ്റിനും ബീഫിനും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെക്കുന്നുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പ്രാന്താവും. എന്ന് വെച്ചാൽ സമയത്ത് ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് 12 മണിക്ക് കിച്ചണിൽ കയറിയതാണ്. ഞാൻ ഈ കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങിയത് ആകെ 2 സമയം ളുഹറും അസറും നമസ്കരിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ ജോലിയും കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ നിന്ന് ഇറങ്ങിയത് 5:30ക്കാണ്. 5:30ക്ക് എല്ലാ ജോലിയൊന്നും കഴിഞ്ഞില്ല. ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ അതിന് ശേഷമാണ് കട്ട് ചെയ്തത്. ആ 5:30 സമയത്താണ് ഞാൻ കുറച്ച് നേരമെങ്കിലും പോയി ഇരുന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ പൊന്നോ, ആ സമയത്ത് കിട്ടിയ ഒരു ആശ്വാസം ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു. കാരണം എനിക്ക് ഒരുപാട് സമയം നിന്നാൽ കാല് വേദനിക്കും. അപ്പോൾ രാവിലെ തൊട്ടേ തൂപ്പും തുടപ്പും പിന്നെ ഒരു 12 മണിയായപ്പോൾ കിച്ചണിൽ കയറിയപ്പോൾ കുറേ സമയം നിന്നപ്പോൾ എനിക്ക് അതനുസരിച്ച് കാല് വേദന ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇക്കായെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ ഇക്ക ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഉള്ളി തൊലിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും എനിക്ക് അത്യാവശ്യം ഞാൻ വേറെ എന്തിൻ്റെയും പുറകെ ഇപ്പോൾ കട്ട്ലറ്റിൻ്റെ പുറകെ വെള്ളത്തിൽ പോകുമ്പോൾ ഇക്ക ബാക്കിയൊക്കെ എന്നെ തൊലിച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ബീഫിൻ്റെ കാര്യം സെറ്റാക്കുന്നുണ്ടായിരുന്നു. പിന്നെന്തുവാണ്, എനിക്കിതൊക്കെ ചെയ്യുമ്പോൾ പണ്ടത്തെ ഞാനും എൻ്റെ ഇക്കക്കായും ഉമ്മായും ഒക്കെ പണ്ട് നോമ്പ് പിടിക്കുന്ന സമയത്ത് അത്താഴത്തിനൊക്കെ എഴുന്നേൽക്കൂലേ, അതൊക്കെയാണ് എനിക്കിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം പണ്ട് ഞാനും ഇക്കക്കായൊക്കെ ഉള്ള സമയത്ത് ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി പലഹാരമാക്കി ഉമ്മ എല്ലാം ആക്കിയിട്ട് ഞങ്ങളെ ഈ കിടന്ന് വിളിക്കും. 3-3:15 ഉമ്മ പറയണേ വാങ്ങിപ്പോൾ കേക്ക് എഴുന്നേക്ക് എഴുന്നേക്കെന്ന് പറഞ്ഞ് ഞങ്ങളെ കിടന്ന് വിളിക്കും. എന്നിട്ട് ഞങ്ങളിങ്ങനെ ആടി ആടി എഴുന്നേറ്റ് പയ്യെ ചെന്ന് ഇരുന്ന് കഴിച്ച് പിന്നെ ഉമ്മ ഞങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ പെടുന്ന പാട്. ഉമ്മ ഓരോന്ന് പറഞ്ഞ് വിരട്ടിയൊക്കെയാണ് ഞങ്ങളെ വെള്ളം കുടിപ്പിച്ചിട്ടിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും വെള്ളം കുടിക്കാൻ ഇച്ചിരി മടിച്ചിനും മടിച്ചിയൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നത്. ഞാനിപ്പോ സ്വന്തമായിട്ട് നോമ്പ് തുറക്കാനും അത്താഴത്തിനൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് തന്നെ ചില സമയത്ത് ആലോചിക്കുമ്പോൾ ഒരു അത്ഭുതമാണ്. പിന്നെ എന്താണ്, പണ്ട് ഉമ്മയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പലഹാരം ആക്കുമ്പോൾ കഴിക്കുമായിരുന്നു. ഇപ്പൊ ഉമ്മ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ പോയതിന് ശേഷം ഒക്കെ ഗൾഫിലൊക്കെ ആയതിനു ശേഷം ഉമ്മ ആകെ കഴിക്കുന്ന അത്താഴത്തിന് എന്തുവാണ്, പഴവോ മുട്ടയോ ചായയോ എന്തെങ്കിലും ഉമ്മ ഒതുക്കും. അല്ലാണ്ടൊന്നും ആക്കി കഴിക്കാൻ ഉമ്മാക്ക് ഭയങ്കര മടിയാണ്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ നൊസ്റ്റടിച്ചെനിക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്തുവാണ് അരിപ്പത്തിരിയുടെ കാര്യങ്ങൾ സെറ്റാക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ബീഫാണല്ലോ വെക്കുന്നത്. അപ്പോൾ പിന്നെ അതിന് കോമ്പിനേഷൻ അരിപ്പത്തിരിയാണെന്ന് തോന്നി. അങ്ങനെ പിന്നെ ഞാൻ അരിപ്പത്തിരി തന്നെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് പിടിപ്പത് പണിയായിരുന്നു. കട്ട്ലറ്റ് ആക്കണം, പിന്നെ ഈത്തപ്പഴം പൊരിക്കുന്ന വലിയ ജോലിയൊന്നുമല്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഇക്കാണ് എന്നെ അരിപ്പത്തിരി ചുട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവസാനം ഞങ്ങൾ തമ്മിൽ അടിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇക്ക ഇങ്ങനെ ഓരോന്നാണ് ചുട്ടെടുക്കുന്നത്. ഞാനൊക്കെ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ മെയിൻ ആയിരുന്നു അരിപ്പത്തിരി. അപ്പം ഒരു കല്ലിൽ തന്നെ 3-4 ഒക്കെ ഒരുമിച്ച് വെച്ച് ചുട്ട ശീലം എനിക്കുണ്ട്. അപ്പം ഇത് കാണുമ്പോൾ എനിക്കൊക്കെ പെട്ടെന്ന് തീരുന്ന സാരി ഇങ്ങനെ സമയം എടുക്കുമെന്നും പറഞ്ഞ് ഞങ്ങൾ ഉടക്കിയൊന്നുമല്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞ അവസാനം ഇക്ക അത് കളഞ്ഞിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക ഇങ്ങനെ പ്രസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അരിപ്പത്തിരി. പിന്നെ ഞാനാണ് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ഓരോ ഇക്കായും കൂടെ വന്ന് ഇങ്ങനെ സംസാരിച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഇപ്പോൾ കാലുവേദന ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾക്ക് അറിയത്തില്ല. പെട്ടെന്ന് നമ്മൾ ജോലി തീർക്കാനല്ലേ നോക്കത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അരിപ്പത്തിരിയുടെ കാര്യമെല്ലാം കഴിഞ്ഞ് ഞാൻ കിച്ചൺ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ ഞാൻ ചെയ്തത് ഈത്തപ്പഴം പൊരിക്കാനുള്ള മാവും ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കട്ട്ലറ്റിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കട്ട്ലറ്റിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഷേപ്പാക്കി കണ്ടെയ്നറിലാക്കി നമ്മൾ അടച്ചു വെച്ചാൽ പിന്നെ സമയമാകുമ്പോൾ എടുത്തൊന്ന് പൊരിച്ചാൽ മതിയല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ എന്നും ചെയ്യുന്ന കാര്യം പാടാന്നേ. സോ അതുകൊണ്ട് തന്നെ ഞാൻ അതും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്നത്തേക്ക് വേണ്ടിയിട്ട് 3-4-5 കുറച്ച് കട്ട്ലറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ജ്യൂസും അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ ഒരു സമയത്ത് ഒരു 5:30 ആയപ്പോഴാണ് ഞാൻ എത്തിച്ചെന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ നമസ്കരിക്കാൻ ളുഹറും അസറും നമസ്കരിക്കാനാണ് ഞാൻ ആ കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നേരം അവിടെ ചെന്ന് ഇരുന്നതിന് ശേഷം നോക്കിയപ്പോഴത്തേക്ക് സമയം പെട്ടെന്ന് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം ചെന്ന് ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കട്ട്ലറ്റും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ച് ജ്യൂസൊക്കെ അടിച്ച് പിന്നെ ചിക്കാക്കാണെങ്കിൽ നോമ്പ് മുറിക്കുന്ന ടൈമിൽ തന്നെ ചായ വേണം. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചായയുടെ കാര്യം എനിക്ക് തോന്നുന്നു 6:25 ആയപ്പോൾ പെട്ടെന്ന് ചായയുടെ കാര്യം ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാം ഒക്കെ എടുത്ത് വെച്ച് ടേബിളിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. ഈ സമയത്തായപ്പോൾ എൻ്റെ കാലുവേദന കൊണ്ട് ഞാൻ ഒരു രക്ഷയിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ് ഫസ്റ്റ് നോമ്പ് റാഹത്തായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ.